സുഹൃത്തുക്കൾ എന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജാലി കോച്ചാണ്. ഒരുപാടൊന്നും നിങ്ങളോട് അദ്ദേഹത്തെ കുറിച്ച് പറയണം എന്നെനിക്ക് തോന്നുന്നില്ല. ഒരുപാട് അത്ലീറ്റ്സിനെയൊക്കെ ഡെവലപ്പ് ചെയ്ത, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, അതേപോലെ തന്നെ ഒരുപാട് ഫുട്ബോളിൽ പഠിച്ച, പ്രാക്ടിക്കൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ നമുക്ക് ഇൻസൈറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. മുഴുവനായിട്ട് നിങ്ങളിത് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്തുക ചെയ്യുക. അത് നിങ്ങളുടെ വിമർശനങ്ങളായാലും കാഴ്ചപ്പാടുകളിലെ വ്യത്യാസങ്ങളാണെങ്കിലും ഒക്കെ അല്ലേ കോച്ച്? എന്തും നമുക്ക് കേരള ഫുട്ബോളിന് വേണ്ട ഒരു എക്കോ സിസ്റ്റം ഉണ്ട്. ആ എക്കോ സിസ്റ്റത്തിൽ ഒരുപാട് ലാക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് വ്യത്യസ്തമായുള്ള അഭിപ്രായങ്ങൾ എങ്ങനെ ടോളറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ എടുക്കണം, അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് അറിയാത്ത നമ്മുടെ ഈ ഒരു ചെറിയ കമ്മ്യൂണിറ്റി അല്ലേ, ഈ ഫുട്ബോൾ എന്ന് പറയുന്ന ചെറിയ ഒരു കമ്മ്യൂണിറ്റി, കമ്പാരിറ്റീവ്ലി ചെറിയൊരു കമ്മ്യൂണിറ്റി, ഈ കമ്മ്യൂണിറ്റി തന്നെ നമുക്ക് ഒരുപാട് എനിമിറ്റീസ് ഒക്കെ ആയിട്ട് പരസ്പര വിദ്വേഷങ്ങളും, അതിനപ്പുറത്തേക്ക് നമ്മൾ ഇതിനെ എങ്ങനെ കാണണം, എന്നാൽ അതേ സമയത്ത് തന്നെ ഇതിന്റെ അന്തസത്ത ചോരാനും പാടില്ല, സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ചർച്ച ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ പാർട്ടിസിപ്പേഷനും വളരെയധികം സ്വാധീനം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് കോച്ച്. താങ്ക് യു കോച്ചിനോടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വരാൻ കോച്ച് സന്നദ്ധത കാണിച്ചതിന് ഒരുപാട് നന്ദി. അറിയാലോ, നമ്മുടെ വ്യൂവേഴ്സിൽ ഒരു വലിയ വിഭാഗം കുട്ടികളാണ്. 18-നും 24-നും വയസ്സുള്ള ആളുകളും, അതേപോലെ തന്നെ 14-നും അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് 14-നും 18-നും ഇടയിലുള്ള കുട്ടികളൊക്കെ. സോ അവർക്ക് കോച്ചിൻ്റെ ഒരുപാട് ഇൻസൈറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. സോ നമുക്ക് ആദ്യം കോച്ചിൻ്റെ പേഴ്സണൽ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങാം. ഇപ്പോൾ എന്താണ് കോച്ച് ചെയ്യുന്നത്, അതേപോലെ ഇപ്പം എവിടെയാണ് കോച്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. ആദ്യം ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ പേഴ്സണൽ കാര്യം പറയുമ്പോൾ ആസ് എ കോച്ച് ഞാൻ എന്താണ് ഇപ്പോൾ കറൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. കാരണം കറൻ്റ് ഇപ്പോൾ ഞാൻ UAE-ലാണ് താമസിക്കുന്നത്, ഫാമിലി ഇവിടെ ആയതുകൊണ്ട് ഇവിടെ താമസിക്കുന്നു. ഞാൻ ഇപ്പോൾ കോച്ചിങ് ചെയ്യുന്നത് ഭവൻസ് അലൈൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമായിട്ട് ടൈപ്പായിട്ട് അവരുടെ സ്കൂളിലാണ് നമ്മൾ ക്യാമ്പ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അലൈനിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ചെറിയൊരു കുറച്ച് കുട്ടികളെ എൻ്റെ കോച്ചിങ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ എഡ്യൂക്കേഷൻ പ്രോസസ്സ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞങ്ങളൊരു സ്ഥാപനം നാട്ടിലുണ്ട്, EC3 റെസിഡൻഷ്യൽ അക്കാഡമി. അവിടെയും 7 കുട്ടികളുള്ളത്. അവിടെയും ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് പറയാനുള്ളത്. സോ ഒരുപാട് ക്വാണ്ടിറ്റി എന്നതിൻ്റെ അപ്പുറത്തേക്ക് ക്വാളിറ്റിയിൽ ഒക്കെ വിശ്വസിക്കുക, അതിലേക്ക് ഫോക്കസ് ചെയ്യുക അല്ലേ? ഇപ്പം നമ്മൾ ഈ എന്തുകൊണ്ട് വലിയൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് നമ്മൾ വേൾഡ് കപ്പ് കളിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വേൾഡ് കപ്പ് കളിക്കുന്നൊരു ചോദ്യം നിങ്ങളും ഞാനും അടക്കമുള്ള ഒരു ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ മുന്നിലുള്ള ചോദ്യമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതിനെ 2-3 ഡയമെൻഷനിൽ നമ്മൾ തിങ്ക് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രോബ്ലം ആണോ, അതോ നമ്മുടെ ജനറ്റിക്കലി ഉള്ള പ്രോബ്ലം ആണോ, അതോ നമ്മുടെ പ്ലേയേഴ്സ് ഡെവലപ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം ആണോ? ഇത് എപ്പോഴും ഇതൊരു ഹോട്ട് സബ്ജക്റ്റാണ്. എക്സാക്ട്. കമൽ ഭായിക്ക് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഓക്കെ, സോ എനിക്കൊന്ന് ഇപ്പോൾ നമ്മുടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാരണം തന്നെ ആ രീതിയിലൊരു വീഡിയോ ഞാൻ ചെയ്തതായിരുന്നു. അതെ. ഞാൻ അതിനെ നോക്കിക്കാണുന്നത് ഒരു മൾട്ടി ഡയമെൻഷണൽ ഇഷ്യൂ ആണ് നമ്മുടെ ടോട്ടൽ സിസ്റ്റത്തിനുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും കോച്ചിനെ ഞാൻ അനുകൂലിക്കുകയാണ്. നമ്മുടെ പ്ലേയേഴ്സ് ഡെവലപ്മെൻ്റ് ആണ്, അതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളൊരു 10 ആക്ഷൻസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് തന്നെയാണ്. അതാണ് എൻ്റെ ആവശ്യത്തിലുള്ള കാഴ്ചപ്പാട്. പക്ഷെ അതോടൊപ്പം തന്നെ അതിനോട് അനുബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈവൺ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ഫുട്ബോളിനെ കുറിച്ച് ഒരു ചുക്കും അറിയാത്ത ആൾക്ക് പോലും നമ്മുടെ എക്കോ സിസ്റ്റത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം 100%. ഓക്കെ, പക്ഷെ അവിടെ നമ്മൾ അങ്ങനെ ഒരു അഭിപ്രായം വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം വരുമ്പോൾ, നമ്മൾ ഫുട്ബോളിൻ്റെ ഉള്ളിലുള്ള കമ്മ്യൂണിറ്റീസ് അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇനി കോച്ച് പറയും. അതായത് ഇപ്പം നമ്മൾ പറയുമ്പോൾ നമ്മളൊക്കെ പറയുമ്പോൾ കോച്ചിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ കോച്ചുമാരുടെ ക്വാളിറ്റി, നമ്മളെങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ എൻ്റെ രീതി മാറ്റി നിർത്തിക്കൊണ്ട് കോമൺ ആയിട്ട് പറയും, എന്നിട്ട് ഞാൻ അപ്രോച്ചിൻ്റെ രീതിയും പറയും. അപ്പം നമ്മൾ പറയുമ്പോൾ ഈ പ്ലേയേഴ്സ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ സ്റ്റിമാക്ക് AFC ഇത് കഴിഞ്ഞ സമയത്ത് പറഞ്ഞത്, എൻ്റെ കാര്യങ്ങൾ നടത്താനുള്ള ടൂള് എനിക്ക് കിട്ടുന്നില്ല, ആ കിട്ടിയ ടൂള് വെച്ചിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അയാളത് ആഫ്റ്റർ ദ മാച്ചിൽ പറഞ്ഞു. അപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ
നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഡേ ബൈ ഡേ മേലേക്ക് പോകുന്നുള്ള യാതൊരു സംശയമില്ല. ഡെവലപ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കുറേ അക്കാഡമികൾ വരുന്നു, കുറേ എഡ്യൂക്കേറ്റഡ് ആയ കോച്ചുമാർ വരുന്നു, ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് വരുന്നു. പക്ഷേ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ നമ്മളെക്കാൾ ഫാർ ബെറ്റർ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ നമ്മൾ 20 km/h ആണ്, അവർ 80 km/hലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഹ്യൂജ് ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ പിന്നെ നമ്മൾ പണ്ടത്തെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മാച്ചുകളും ഇപ്പോഴും കാണുമ്പോൾ ഇപ്പം നമ്മൾ കോമ്പറ്റീറ്റൻ്റായി. ഇപ്പം നമ്മൾ ഏഷ്യൻ നിലവാരത്തിൽ പന്ത് കളിക്കാവുന്ന ടീമായിട്ട് മാറി. മുന്നേ നമ്മൾ വെറും പാർട്ടിസിപ്പേഷനിലാണ് പോയിരുന്നു. ഇപ്പം നമ്മൾ കോമ്പറ്റീറ്റൻ്റായി. ഇപ്പോൾ ഖത്തറിൻ്റെ ക്യാപ്റ്റനും കോച്ചൊക്കെ പറയുന്നത് ഇപ്പോൾ ഇന്ത്യ ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിച്ചു തുടങ്ങി. 90 മിനിറ്റ്സ് അവർ ക്യാരക്ടർ കാണിച്ചു തുടങ്ങി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്ത്യൻ ഫുട്ബോൾ റൈറ്റ് പാത്തിലാണ്, പക്ഷേ സ്പീഡ് കുറവാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് മുസ്തഫക്ക് മനസ്സിലായത് വേഗത്തോടെ. അപ്പോൾ എങ്ങനെയാണ് ഒരു സാധാരണ ഒരു മനുഷ്യന് അല്ലെങ്കിൽ സാധാരണ കോച്ച് എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും സിസ്റ്റത്തിന്? ഇപ്പം നമ്മൾ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നമ്മുടെ കയ്യിലുള്ള സാധനമല്ല, അതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റുകളും ചെയ്യേണ്ടത്. അപ്പം നമ്മളൊരു ഇൻഡിവിജ്വൽ കോച്ച് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ എപ്പോഴും തിങ്ക് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നത് പ്ലേയേഴ്സ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ, അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ പ്ലേയേഴ്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് കണ്ടൻറ്റ്. അതായത് ഒരു പ്ലെയർ ഇപ്പം നമ്മൾ പറയുമ്പോൾ നമ്മൾ ബേസിക്കലി പറയുമ്പോൾ വാമിംഗ് അപ്പ് എന്തിനു ചെയ്യുന്നു, അല്ലെങ്കിൽ വാം ഡൗൺ എന്തിനു ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തിനും വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നു, ഇങ്ങനെ ഇതിൻ്റെ കുറേ കണ്ടൻറ്റുകളുണ്ടല്ലോ. ഇതിനെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് പ്ലേയേഴ്സിൽ എത്തിക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. എന്തിനാണ് ഞാൻ ട്രെയിൻ ചെയ്യുന്നത്? അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ക്ലാരിറ്റി ഇല്ല. തീർച്ചയായിട്ടും നമ്മുടെ കോച്ചിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ. അപ്പോൾ എന്തിനാണ് അപ്പം നമ്മൾ നമ്മൾ ഒരു അക്കാഡമി നടത്തുമ്പോൾ നമ്മളൊരു 20 കുട്ടികളെടുത്ത് നമ്മൾ നോക്കുമ്പോൾ അതിൽ ചിലപ്പോൾ 2 കുട്ടികൾക്കായിരിക്കും നാച്ചുറൽ ഗെയിം എബിലിറ്റി ഉണ്ടായിരിക്കുക, ഗെയിം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കുക. അപ്പം നമ്മൾ അവിടെ ഇപ്പം നമ്മുടെ നോർമലി അക്കാഡമികൾ നടക്കുന്നത് വളരെ പ്രൊഡക്റ്റീവായിട്ട് നല്ല അക്കാഡമികളുണ്ട്. പക്ഷെ ഞാൻ നോക്കിക്കാണുന്ന ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇൻഡിവിജ്വലൈസ്ഡ് അല്ല പ്രോഗ്രാമുകൾ. ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസൈൻ ചെയ്ത പ്രോഗ്രാമായിരിക്കും, എഡ്യൂക്കേറ്റഡ് കോച്ചുമാരായിരിക്കും, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കും. പക്ഷേ അവിടെ നിങ്ങൾ ഇൻഡിവിജ്വലൈസ്ഡ് അല്ല ഡെവലപ്പ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ കോമൺ ഒരു പ്ലാറ്റ്ഫോമാണ് കൊടുക്കുന്നത്. അപ്പോൾ കോമൺ പ്ലാറ്റ്ഫോം കൊടുക്കുന്ന സമയത്ത് ഇൻഡിവിജ്വലി കാര്യങ്ങൾ കിട്ടുന്നില്ല. ഒരു 17 വയസ്സ് വരെ നിങ്ങൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 15 വയസ്സ് വരെ ഇൻഡിവിജ്വൽ കോമ്പണൻറ്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന 20 കുട്ടികളിൽ നിന്ന് 2 കുട്ടികൾ നമ്മൾ ഈ പറഞ്ഞ ടോപ്പ് ഫ്ലൈറ്റ് ഫുട്ബോളിലേക്ക് വരിക. അപ്പോൾ അതെങ്ങനെ, അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ചില സമയത്ത് ജാലി കോച്ച് പറയുന്നത് എല്ലാ സിസ്റ്റത്തിനും എതിർക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഇയാൾ പറയുന്ന രീതിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, തോന്നലുകൾ പലപ്പോഴും ചിലപ്പോൾ എൻ്റെ എക്സ്പ്ലെയിനിങ് രീതിയായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പിന്നെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയായിരിക്കാം. അങ്ങനെ തോന്നിയിട്ടില്ല പലപ്പോഴും? അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നമ്മളൊരു സാധനം കേൾക്കുമ്പോൾ എന്താണ് ഇയാൾ പറയാൻ ശ്രമിക്കുന്നത്, ഇതിലെന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടോ എന്നാണ് പൊതുവെ ഞാൻ എടുക്കുന്ന കണ്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ സൗഹൃദ സംഭാഷണത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് കുറേ റിയലൈസേഷൻ വന്ന് ഇപ്പോൾ മുസ്തഫായി സംസാരിച്ച സമയത്ത് ഞാൻ അവിടെ നിന്ന് ചില സമയത്ത് കണ്ണടച്ചിട്ട് എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് മുസ്തഫയും സംസാരിക്കണമെന്ന് എൻ്റെ അപ്പോൾ അതിൽ നിന്ന് ആസ് എ കോച്ച് ജാലി എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ പെട്ടെന്ന് പിക്ക് ചെയ്യും കാര്യങ്ങൾ. എവിടെയാണ് എൻ്റെ പ്രോബ്ലംസ്, എവിടെയാണ് എനിക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അത് ഞാൻ പേഴ്സണൽ കാര്യം പറഞ്ഞിട്ടാ. അപ്പോൾ ഈ പറയുന്ന കണ്ടൻറ്റുകൾ പ്ലേയേഴ്സ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നതിന് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇത് ഞാൻ എൻ്റെ ഭാഗമാണ് പറയുന്നത്, കോമൺ ആയിട്ടുള്ള പറയലേ. അപ്പോൾ ഒരു സാധാരണ ഞാനും നിങ്ങളൊക്കെ മലപ്പുറത്ത് നിന്ന് ഫുട്ബോളിൻ്റെ മെക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്കാരാണ്. ഒരുപാട് ആൾക്കാർ പന്ത് കളിക്കുന്നു അല്ലേ? ഇപ്പം മലപ്പുറം എന്നോട് ചോദിക്കുകയാണ് ഏത് സ്റ്റേഡിയത്തിലാണ് നിങ്ങൾക്ക് കോച്ചായിട്ട് നിൽക്കാൻ ആഗ്രഹം? ഞാൻ അപ്പം പറയും കോട്ടപ്പടി സ്റ്റേഡിയം, മലപ്പുറം. കാരണം അവിടെ നിന്ന് കിട്ടുന്ന വൈബ്, ഞാൻ 2-3 തവണ അവിടെ KPL ഇതിനൊക്കെ പോയിട്ട് കോച്ച്, അവിടെ നിൽക്കുന്ന ഒരു വൈബ് വേറെ ലെവലാണ്. കാരണം അവർ ഓഡിയൻസ് കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസാണ്, കാണികളാണ്. ബ്യൂട്ടിഫുള്ളായിട്ട് കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ വരുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടിയിലും പന്ത് കളിക്കാത്ത വീടുകളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും. അപ്പം നമുക്ക് ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ്ലി ക്വാളിറ്റി പ്ലേസിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല? ബേസിക് സ്ട്രക്ചറിലുള്ള ഇഷ്യൂ. അവിടെ നമ്പർ ഓഫ് കുട്ടികൾ പന്ത് കളിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് പറയുമ്പോൾ ഒരു പോസ്റ്റ് മാച്ച് ടോക്ക് അല്ലെങ്കിൽ മുസ്തഫ ഇൻ്റർവ്യൂ ചെയ്യണം.
മുസ്തഫയ്ക്ക് എപ്പോഴെങ്കിലും ഇംപ്രസീവായിട്ടൊരു ടോക്ക് മുസ്തഫ കേട്ടിട്ടുണ്ട് പ്ലേസിൻ്റെ ഭാഗത്ത് നിന്ന്? ഓക്കെ ഇറ്റ്സ് എ ഗ്രേറ്റ് ടോക്ക്, ഓക്കെ ഇറ്റ്സ് ലുക്കിംഗ് ഗുഡ് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പ്ലേസ് ഡെവലപ്പിംഗ് പ്രോഗ്രാമിൻ്റെ പ്രശ്നമായിട്ട് ഞാൻ എൻ്റെ ഭാഗം പറയാണ്, മുസ്തഫ ഭായിക്ക് അതിനെ കൗണ്ടർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു പന്ത് കളിക്കാരൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളത് മനസ്സിലാക്കണം. പന്ത് കളിക്കുന്ന കുട്ടികളെ നമുക്ക് ഗൈഡ് ചെയ്യാനാണ് പറ്റുക, ദ പ്രോപ്പർ ചാനൽ. നമുക്കൊരു പന്ത് കളിക്കാരനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അതൊരു കോച്ചിനും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ടാലൻറ്റിനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാനാണ് പറ്റുക. അപ്പോൾ ടാലൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഈ ടാലൻറ്റിൻ്റെ പാരാമീറ്റർ നമുക്ക് അറിയണം, എവിടെ നമ്മൾ ടാലൻറ്റിനെ കൊണ്ടുവെക്കണം. ഇപ്പം എനിക്ക് 3 കുട്ടികളാണ്, 3 കുട്ടികളും പന്ത് കളിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏത് കുട്ടിയെ ലിഫ്റ്റ് ചെയ്യണമെന്ന് ആ പാരാമീറ്ററിൻ്റെ സാധനം എനിക്കറിയണം. ഞാൻ പറഞ്ഞതിന് മനസ്സിലാവണോ? മനസ്സിലാവും. തീർച്ചയായിട്ടും ഈ ടാലന്റ് ഐഡന്റിഫിക്കേഷൻ ഒക്കെ വലിയൊരു പ്രശ്നം. പക്ഷെ അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? അതെ, ഇപ്പം ഞാൻ മിനിഞ്ഞാന്നൊരു കോച്ചിനോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ആ കോച്ച് പറഞ്ഞപ്പോൾ, ജാലി കോച്ചേ, IM വിജയൻ ഇവരൊന്നും കോച്ചിങ് ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർ കണ്ടെത്തിയവരാണ്. അതെ. അല്ലെങ്കിൽ സ്കൗട്ടിംഗ് കോഴ്സ് കഴിയണ ആൾക്കാരൊന്നുമില്ല. അത് ഞാൻ വിശ്വസിക്കുന്നത് കോച്ചിങ് എന്ന് പറയുന്നത് നാച്ചുറൽ എബിലിറ്റി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് നിങ്ങൾക്ക് കോച്ചിങ് എബിലിറ്റി ബൈ ബർത്ത് ഉണ്ടായിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൻ്റെ അർത്ഥം മറ്റവർക്ക് കോച്ചാകാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്, ഞാൻ എൻ്റെ വ്യൂ പോയിൻ്റ് പറഞ്ഞത്. അതിൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് എന്താ തരുന്നത്? നിങ്ങൾക്ക് മോർ ഇൻഫർമേഷനാണ് തരുന്നത്. നിങ്ങൾക്കൊരു ബേസ് തരും, ഒരു ഫ്രെയിം തരും, ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം. ഇതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഔട്ട് ഓഫ് ദി ബോക്സ് വർക്ക് ചെയ്യാൻ പറ്റണം. കാരണം ഇപ്പം നമ്മൾ പറയാണ് ഒരു കുട്ടിയെ നിങ്ങൾ ഇപ്പം ഞാൻ എങ്ങനെയാണ് ഒരു കുട്ടീനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഈ കുട്ടി ഒരു ബോൾ തട്ടുന്നത് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് മോനെ ഈ ബോൾ നീ ഇങ്ങനെ തട്ടിയെന്ന് ഞാൻ ചോദിക്കും. അതിനവനക്ക് ആൻസർ ഉള്ളവനാണ് ഞാൻ ഈ ടാലൻറ്റഡ് ബോയ് എന്ന് ഞാൻ വിളിക്കും. ഇപ്പോൾ ഒരു പോസ്റ്റിൽ ഗോൾ അടിച്ചു, ഞാൻ ചോദിക്കും എങ്ങനെ ഗോളായി എന്ന് നാച്ചുറൽ ചോദിക്കും. കോച്ച് ഞാൻ ഇങ്ങനെ നിന്നു, അവനത് ഇമാജിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതിൻ്റെ അർത്ഥം ആ കുട്ടിക്ക് ഇൻബോണായിട്ട് ഗെയിമിനെ റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ആ കുട്ടിക്ക്. ഞാൻ പറയണത് അതിൻ്റെ മറ്റുള്ളവർ കളിക്കാരാവുന്നില്ല എന്ന് പറഞ്ഞത്, ഞാൻ ഒരു നാച്ചുറൽ എബിലിറ്റി ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന രീതിയാണ് പറയുന്നത്. നമ്മൾ ഈ കോർപ്പറേറ്റ് വേൾഡിലൊക്കെ പറയുന്നൊരു കാര്യം ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറയും. ഇപ്പം സക്സസ് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും. അപ്പം ഒരു സക്സസ് വന്നു കഴിഞ്ഞാൽ ആ സക്സസ് എങ്ങനെ വന്നു എന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ആളുകൾക്ക്, ഡീറ്റെയിലിംഗ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം അയാൾക്ക് അപ്പുറത്ത് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അതായിരിക്കും കോച്ച്. അതാ ഞാൻ പറയാം. അതായത് ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ അതായത് 3ാം ക്ലാസ് മുതൽ ഞാൻ ഇന്ന് ഹാൻഡിൽ ചെയ്യുന്നത് ISL കളിക്കുന്ന പ്ലേയേഴ്സിനെ വരെ ഹാൻഡിൽ ചെയ്യുന്ന, അവരുടെ ദൈനംദിനമായ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു കോച്ചാണ്. 8 വയസ്സ് മുതൽ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്ലെയർക്ക് ഇപ്പോൾ 30 വയസ്സുണ്ട്. ഡിഫറെൻറ്റ് കാറ്റഗറിയിലാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു എൻ്റെ ഒരു പ്ലെയർ ആ ഒരു ISLലോ ILലോ ഗോൾ അടിച്ച് ഞാൻ ചോദിക്കും, ഇത് എന്തുകൊണ്ട് നീ ഗോൾ സ്കോർ ചെയ്തു, വാട്ട്സ് ദ റീസൺ എന്ന് ഞാൻ ചോദിക്കും. നീ ആ സ്പേസ് കണ്ടെത്തിയോ, നീ ഏത് ടെക്നിക്ക് ഉപയോഗിച്ചു? ചിലപ്പോൾ പറയും ഞാൻ അങ്ങനെ അടിച്ചതാണ് കോച്ച്. അപ്പോൾ ഞാൻ പറയും നീ അടുത്ത മാച്ചിൽ ഗോൾ അടിക്കില്ല എന്ന് ഞാൻ പറയും. കാരണം നമ്മളൊരു സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തിൻ്റെ റിസൾട്ടാണെന്ന് എനിക്കറിയണം. എന്നാലാണ് എനിക്കത് നിരന്തരം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടൊരു കുട്ടി ഗോൾ അടിച്ചാൽ അവനെ സ്റ്റാർ ആക്കുക. അപ്പം ഞാൻ ചോദിക്കും, സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുക എങ്ങനെ അത് ഗോളായി? 2 തരത്തിലുള്ള, ഒന്ന് ഗോൾ കീപ്പർ മിസ്റ്റേക്ക്, ഡിഫൻഡർ മിസ്റ്റേക്ക്. ഇതിൻ്റെ അപ്പുറത്തേക്ക് അറ്റാക്കറിൻ്റെ എബിലിറ്റിയിലാണ് ഗോളായി. ആ അറ്റാക്കർ എപ്പോഴും ആ എബിലിറ്റി കീപ്പ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞതിന് മൊത്തത്തിൽ ക്ലാരിറ്റി മനസ്സിലാവണം. അപ്പം നമ്മൾ ഈ കുട്ടീനെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ എപ്പോഴും റീസൺ ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ. എന്തുകൊണ്ട് നീ പ്ലെയറെ ഡ്രിബിൾ ചെയ്തു, എന്തുകൊണ്ട് ഈ സമയത്ത് ഡ്രിബിൾ ചെയ്തു? അപ്പോൾ നാച്ചുറൽ എബിലിറ്റി ഉള്ള കുട്ടി അത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കും. അത് പറയും, കോച്ച് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കണ്ടു. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്തോ, നിങ്ങൾ നാച്ചുറൽ എബിലിറ്റി പുറത്തെടുക്കുക. അതിന് പകരം ഇപ്പോഴും എന്താ സംഭവിക്കുന്നത്, നിങ്ങൾ കൂടുതൽ കോച്ചിങ് ചെയ്യുക കുട്ടികളെ. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്. അപ്പോൾ ഈ കുട്ടികളുടെ നൈസർഗികമായ കഴിവിനത് കട്ട് ചെയ്യും. എക്സാക്ട്ലി. ഇപ്പോൾ അർജന്റീനിയൻ കോച്ചല്ല സ്കലോണി പറഞ്ഞത്, ഇപ്പോൾ വളരെ റെലവൻറ്റ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ കോച്ചിങ് ചെയ്യേണ്ടെന്നല്ല പറയണത്. ഞാൻ പറഞ്ഞ ഇതിൻ്റെ 2 ഭാഗമുണ്ട് മുസ്തഫ. അതായത് നമ്മളൊരു വാചകം കേൾക്കുമ്പോൾ അതിനെ ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പോൾ AC മിലൻ്റെ അക്കാഡമിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കോച്ച് എന്നോട് പറഞ്ഞു, ഞങ്ങൾ കുട്ടികളെ കറക്റ്റ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അത് ഒരു ആംഗിളിൽ ശരിയാണ്, പക്ഷെ വേറൊരു ആംഗിൾ ഇത് തെറ്റാണ്. ഞാൻ പറയും, ഇപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളെ, ഇപ്പോൾ അക്കാഡമിയിലെ ഒരു കുട്ടി ഉണ്ട്, അവന് ഷോട്ട് എടുത്താൽ ഞാൻ അവനോട് പറയും ഫൈൻഡ് ഔട്ട് ദ സൊല്യൂഷൻ എന്ന് പറയും. പുറത്തേക്ക് പോയാൽ 9 വയസ്സായിട്ടുള്ള കുട്ടി,
ഞാൻ അവനെ കറക്റ്റ് ചെയ്യാറില്ല. അതേസമയം 14 വയസ്സുള്ള കുട്ടിയോട് ഞാൻ കറക്റ്റ് ചെയ്യും. അതെൻ്റെ കോച്ചിങ് ബ്രെയിനാണ്. മറ്റത് അവന് സ്വയം കറക്റ്റ് ചെയ്യാൻ അവനക്ക് അറിയാം. അവനക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ട. അവനെ ഞാൻ ഹെൽപ്പ് ചെയ്യുമ്പോൾ അത് അവൻ്റെ തിങ്കിങ് പ്രോസസ്സിൽ ഞാൻ കട്ട് ചെയ്യലാവും. അതേസമയം 14 വയസ്സുള്ള കുട്ടിയുടെ മോനെ നീ പുറത്തു പോയതിൻ്റെ കാരണം ഇന്നതാണെന്ന് പറയുമ്പോൾ ഇതിലാണ് നമ്മൾ ഈ ടാലൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് ഞാൻ മനസ്സിലാക്കുന്ന രീതി.